ആനക്കലഹ സംഭവത്തിന്റെ 10 വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനവർകൾ ജനിച്ചത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാറുൽ അർക്കമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്. ഇസ്ലാം ആശ്ലേഷിച്ച ആദ്യത്തെ 8 പേരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകൊണ്ട് ഇസ്ലാം ആശ്ലേഷിച്ച 5 പേരിൽ ഒരാൾ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാൾ, തനിക്ക് ശേഷം ഖലീഫയെ തെരഞ്ഞെടുക്കാനായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച 6 അംഗ സംഘത്തിലെ അംഗം. അങ്ങനെ ഒരുപാട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വ്യതിരിക്തനാക്കുന്ന വിശേഷണങ്ങളുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ അറിയപ്പെട്ട ധനാഢ്യനും ധർമ്മിഷ്ഠനുമായിരുന്നു മഹാനവർകൾ. അബ്സീനയിലേക്കും മദീനയിലേക്കും ഹിജ്റ പോയിട്ടുണ്ട്. മദീനയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനും സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനും ഇടയിൽ ചങ്ങാത്തം സ്ഥാപിച്ചു. മദീനയിലെ അന്നത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്റെ സമ്പത്തിന്റെ പാതി സഹോദരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് നൽകി. 2 ഭാര്യമാരിൽ ഒരാളെ തൊലാക്ക് ചൊല്ലി അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. ഇത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് വലിയ അനുഗ്രഹമായി. അദ്ദേഹം വലിയ പണക്കാരനും ധർമ്മിഷ്ഠനുമായി. ധീരനായ യോദ്ധാവും തന്റെ ഇടമുള്ള പടനായകനുമായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഉഹദിന്റെ രണാങ്കണത്തിൽ പടപൊരുതുകയും 21ഓളം മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ദൗമത്തുൽ ജന്തൽ യുദ്ധ ദിവസം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ തലപ്പാവണിയിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ പോയി യുദ്ധം ചെയ്യുകയും വിജയം കരസ്ഥമാക്കുകയും ചെയ്താൽ അവിടുത്തെ നേതാവിന്റെ മകളെ വിവാഹം ചെയ്യാവുന്നതാണ്. സൈന്യം ദൗമത്തുൽ ജന്തലിൽ എത്തുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. 3 തവണ നിരസിച്ചെങ്കിലും ഒടുവിൽ അവർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരുടെ നേതാവ് അസ്ബഅ ബിൻ സഅലബയും ഇസ്ലാം മതം സ്വീകരിച്ചു. അതോടെ അദ്ദേഹത്തിന്റെ മകൾ തുമാലിറിനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. ഇതിൽ അദ്ദേഹത്തിന് അബൂ സലമ റളിയല്ലാഹു അൻഹു എന്ന കുഞ്ഞു പിറന്നു. അനുഗ്രഹീത കച്ചവടക്കാരനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. തന്റെ സമ്പാദ്യമഖിലവും അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയത് കച്ചവടം വഴിയായിരുന്നു. സമ്പാദ്യത്തിലെന്ന പോലെ അത് സത്യമാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിലും അദ്ദേഹം ആരേക്കാളും മുന്നിട്ട് നിന്നു. ഇസ്ലാമിക യുദ്ധങ്ങൾക്കു വേണ്ടി കണക്കില്ലാതെ ചെലവഴിച്ച അദ്ദേഹം ഒരു ദിവസം 30 അടിമകളെ വരെ മോചിപ്പിച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ ശേഷിച്ചവർക്ക് 400 ദീനാർ നൽകി തന്റെ മുതലിന്റെ നേർപ്പാതയും ഇസ്ലാമിക മാർഗത്തിൽ സംഭാവന ചെയ്തു. വലിയ ഒരു വർത്തക പ്രമാണിയായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സിറിയയിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിന്റെ കച്ചവട ചരക്ക് വഹിച്ച ഒട്ടകക്കൂട്ടം അന്തരീക്ഷത്തിൽ ഉയർത്തിവിടുന്ന പൊടിപടലം മദീന പട്ടണത്തിൽ നിന്ന് കണ്ണെത്താവുന്ന അകലെ നോക്കിക്കാണാവുന്ന കാഴ്ചക്കാർ അതൊരു മണൽക്കാറ്റിന്റെ കുതിച്ചുവരവാണെന്ന് സംശയിക്കുമായിരുന്നു. ഒരിക്കൽ 700 ഒട്ടകങ്ങൾ അടങ്ങിയ ഒരു വ്യൂഹം മദീനയെ സമീപിച്ചു. എവിടെയും അതിനെക്കുറിച്ചുള്ള സംസാരവും ആഹ്ലാദ തിമിർപ്പും കാണാമായിരുന്നു. അതുകൊണ്ട് അതിശയിച്ച ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു: മദീനയിൽ ഇന്നെന്താണ് ഒരു പ്രത്യേകത? ഒരാൾ പറഞ്ഞു: അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട ചരക്ക് എത്തിയിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കച്ചവട സംഘത്തിന്റെ കോലാഹലം ഇത്രത്തോളമോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു: അതെ, 700 ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്നതാണ് ആ ചരക്ക്. അത്ഭുത പരതന്ത്രയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുട്ടുകുത്തി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുട്ടുകുത്തിയായിരിക്കുമോ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക? ആയിഷ റളിയല്ലാഹു അൻഹ വചനം ചിലർ അദ്ദേഹത്തിന്റെ ചെവിയിൽ എത്തിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു: അതെ, പല പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അനന്തരം ആ ചരക്കിൽ നിന്ന് ഒരു ഭാണ്ഡം പോലും കെട്ടഴിക്കാതെ അദ്ദേഹം നേരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വസതിയിലേക്ക് നടന്നു. ആയിഷ ബീവിയോട് അദ്ദേഹം പറഞ്ഞു: ഞാൻ ഒരിക്കലും വിസ്മരിച്ചിട്ടില്ലാത്ത ഒരു നബി വചനമാണ് നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങളെ സാക്ഷി നിർത്തി 700 ഒട്ടകങ്ങൾ വഹിക്കുന്ന ചരക്ക് മുഴുവനും ഞാനിതാ പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. അദ്ദേഹം മുട്ടുകുത്താതെ തന്നെ സ്വന്തം കാലിൽ സദ്വൃത്തരായ തന്റെ കൂട്ടാളികളോടൊപ്പം സ്വർഗാരോഹണം ചെയ്യാനുള്ള വഴി നോക്കുകയായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ അബ്ദുറഹ്മാൻ, നീ സമ്പന്നനാണ്. നീ മുട്ടുകുത്തിയായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർബാധം ചെലവഴിക്കുമെങ്കിൽ സ്വതന്ത്രമായി നിനക്ക് സ്വർഗത്തിലേക്ക് നടന്നു പോകാം.
ഞാൻ ഭൂമിയിൽ നിന്ന് ഒരു പാറക്കഷ്ണം പൊക്കിയെടുത്താൽ അല്ലാഹു തആല എനിക്കതിനുള്ളിൽ വെള്ളിക്കെട്ട് നിക്ഷേപിച്ചു തരും. അത്രമാത്രം ലാഭകരമായിരിക്കും എന്റെ കച്ചവടമെന്ന് സ്വയം വിശേഷിപ്പിച്ച അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അളവറ്റ സമ്പത്തിന്റെ ഉടമയായിരുന്നു. എങ്കിലും അദ്ദേഹം ഒരിക്കലും സമ്പത്തിന്റെ അടിമയായിരുന്നില്ല. ദാറുൽ അർക്കമിൽ നബിതങ്ങൾ പ്രബോധന പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം അവലംബിച്ചിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്നിവരുടെ കൂടെ അദ്ദേഹവും മുൻനിരയിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളിൽപ്പെട്ടവരാണ്. ഇസ്ലാം മതം അവലംബിച്ചത് മുതൽ 75-ാമത്തെ വയസ്സിൽ നിര്യാതനാകുന്നതുവരെ സത്യവിശ്വാസികളുടെ മാതൃകാ പുരുഷനായി അദ്ദേഹം ജീവിച്ചു. സ്വർഗാവകാശികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷ വാർത്ത നൽകിയ 10 പേരിൽ അദ്ദേഹവും ഉൾപ്പെടുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം നിയോഗിച്ച 6 അംഗ ആലോചന സമിതിയിൽ ഒരാൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ ഇവരെ കുറിച്ച് സന്തുഷ്ടനായിരുന്നു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു അവരെ നിയോഗിച്ചതിന് കാരണം പറഞ്ഞത്. അബ്സീനായിലേക്ക് 2 പ്രാവശ്യവും അദ്ദേഹം ഹിജ്റ പോയി. ബദർ, ഉഹദ് അടക്കമുള്ള എല്ലാ രണാങ്കണങ്ങളിലും മുൻപന്തിയിൽ നിലകൊള്ളുകയും ചെയ്തു. മദീനയിൽ അഭയം തേടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ഭാരിച്ച സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ നേരിട്ടിട്ടുണ്ടായിരുന്നത്. നബിതങ്ങൾ മുഹാജിറുകളിൽ നിന്ന് 1ഉം 2ഉം ചിലപ്പോൾ അതിലധികവും പേരെ ഓരോ അൻസ്വാരികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ ഇസ്ലാമിന്റെ പേരിൽ സഹോദരന്മാരായി വർത്തിച്ചു. ഭക്ഷണം, പാർപ്പിടം എന്നിവ അവർ പങ്കിട്ടെടുത്തു. 1ലധികം ഭാര്യമാരുണ്ടായിരുന്ന ചില അൻസ്വാരികൾ തങ്ങളുടെ മുഹാജിർ സഹോദരങ്ങൾക്ക് വേണ്ടി ഭാര്യമാരെ കൈയൊഴിക്കാൻ പോലും സന്നദ്ധരായി. തികച്ചും ഗാഢമായ ഒരു സഹോദര ബന്ധമായിരുന്നു അവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറയേണ്ടതില്ലല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരനായി ലഭിച്ചത് സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോടായി പറഞ്ഞു, ഞാൻ മദീനയിലെ ഒരു വലിയ സമ്പന്നനാണ്. എന്റെ ധനത്തിൽ പകുതി ഞാൻ നിങ്ങൾക്ക് നൽകാം. എനിക്ക് 2 ഭാര്യമാരുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുവൾക്ക് ഞാൻ മോചനം നൽകാം. എന്നാൽ നിങ്ങൾക്ക് അവരെ വിവാഹം ചെയ്യാമല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തആല നിങ്ങളുടെ ധനത്തിലും കുടുംബത്തിലും അനുഗ്രഹം വർദ്ധിപ്പിക്കട്ടെ. അനന്തരം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് തയ്യാറായി. പട്ടണത്തിലിറങ്ങി കച്ചവടം ചെയ്തു. വലിയ സമ്പാദ്യം നേടുകയും ചെയ്തു. അങ്ങനെ നബി തങ്ങളുടെ ജീവിതകാലത്തും വഫാത്താനന്തരവും അദ്ദേഹം കച്ചവടക്കാരനായി ജീവിച്ചു പോന്നു. തന്റെ ദീനി ബാധ്യതകൾക്ക് അദ്ദേഹത്തിന്റെ ഐഹിക ബന്ധങ്ങൾ ഒരിക്കലും തടസ്സമായിരുന്നില്ല. കച്ചവടത്തിൽ അനുവദനീയമല്ലാത്ത ഒരു ദിർഹം പോലും കലരുന്നത് അദ്ദേഹം കണിശമായി ശ്രദ്ധിച്ചു. 100% കളങ്കരഹിതമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പത്ത്. ധനവാന് അനായാസേന സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവമാർഗത്തിൽ നിർബാധം ചെലവഴിക്കണമെന്ന് നബി തങ്ങളുടെ നിർദ്ദേശം ശരിക്കും കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്നത്. ഒരിക്കൽ അദ്ദേഹം 40,000 ദിനാറിന് ഒരു ഭൂസ്വത്ത് വിൽക്കുകയുണ്ടായി. പ്രസ്തുത തുക മുഴുവൻ ദരിദ്രർക്കും നബി തങ്ങളുടെ വിധവകൾക്കും മറ്റുമായി വിതരണം ചെയ്യുകയാണ് ചെയ്തത്. മറ്റൊരിക്കൽ മുസ്ലിം സൈന്യ ഫണ്ടിലേക്ക് 500 പടക്കുതിരകളെയും 1500 ഒട്ടകങ്ങളെയും സംഭാവന ചെയ്തിട്ടുണ്ട്. മരണപത്രത്തിൽ 50,000 ദീനാറായിരുന്നു അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നീക്കിവെച്ചിരുന്നത്. ബദർ യുദ്ധത്തിൽ സംബന്ധിച്ചവരിൽ അന്ന് ജീവിച്ചിരുന്ന ഓരോ സഹാബിമാർക്കും 400 ദിനാർ വീതം അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. സമ്പന്നനായിരുന്നിട്ട് പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ വിഹിതമായ 400 ദിനാർ കൈപ്പറ്റി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് കറയില്ലാത്തതും ഹലാലുമാണ്. അതിൽ നിന്ന് ഓരോ പിടി ഭക്ഷണം പോലും ക്ഷേമവൃദ്ധിയും സൗഖ്യദായകവുമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സമൃദ്ധമായ സമ്പത്തിന്റെ ഉടമയായിരുന്നല്ലോ. ഒരിക്കലും അദ്ദേഹം അതിന്റെ അടിമയായിരുന്നില്ല. സമ്പത്തിനു വേണ്ടി അദ്ദേഹം അഹോരാത്രം പരിശ്രമിച്ചില്ല. നിഷ്പ്രയാസം അനുവദനീയമായ മാർഗത്തിലൂടെ അദ്ദേഹത്തിന് അത് വന്നു ചേർന്നു. സ്വാർത്ഥതയ്ക്കു വേണ്ടി അദ്ദേഹം അത് ഉപയോഗിച്ചതുമില്ല. തന്റെ ബന്ധുമിത്രാദികളും അയൽവാസികളും സമൂഹവും അതനുഭവിച്ചു. അദ്ദേഹത്തിന്റെ സമ്പത്തിൽ എല്ലാ മദീനക്കാരും പങ്കുകാരായിരുന്നു. ആധിക്യം അദ്ദേഹത്തെ അഹങ്കാരിയാക്കിയില്ല. ഒരിക്കൽ നോമ്പു തുറക്കാനുള്ള ഭക്ഷണം അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. ഭക്ഷണ തളികയിലേക്ക് നോക്കി കണ്ണീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മിസ്അബ് റളിയല്ലാഹു അൻഹു അന്ന് രക്തസാക്ഷിയായി. അദ്ദേഹം എന്നേക്കാൾ ഉത്തമനായിരുന്നു. തലയും കാലും മറയാത്ത ഒരു കക്ഷണം തുണിയില്ലാതായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതിയപ്പെട്ടത്. ഹംസ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി. അദ്ദേഹവും എന്നേക്കാൾ ഉത്തമനായിരുന്നു. അദ്ദേഹത്തെയും ഒരു ആവശ്യത്തിന് തികയാത്ത പരുക്കൻ തുണിയിലാണ് പൊതിഞ്ഞത്. ഇന്ന് ഞങ്ങൾ സമ്പന്നനായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഞങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ അള്ളാഹു നൽകിയതായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
മറ്റൊരിക്കൽ തന്റെ വീട്ടിലെ ഒരു സദ്യയിൽ വെച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. സദസ്യർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? മഹാനവർകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. പ്രവാചകരോ അവിടുത്തെ കുടുംബാംഗങ്ങളോ ഒരിക്കലും വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്നില്ല. നമ്മെ അല്ലാഹു തആല അവശേഷിപ്പിച്ചത് നമുക്ക് ഗുണപ്രദമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. തന്റെ ഭൃത്യന്മാരുടെ കൂടെ ഇരിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ അപരിചിതനായ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. അത്രയും ലളിത സുന്ദരമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾ. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് 20-ലധികം മുറിവുകളേറ്റിരുന്നു. ഒരു കാലിന് മുടന്ത് സംഭവിച്ചു. മുൻ പല്ലുകൾ നഷ്ടപ്പെട്ടു. പ്രസന്നവദനനും ആജാനുബാഹുവും സുന്ദരനുമായിരുന്ന അദ്ദേഹം അന്നു മുതൽ മുടന്തനും മുമ്പല്ല് നഷ്ടപ്പെട്ടവനുമായി തീർന്നു. ഹിജ്റ 82-ാം വർഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു രോഗഗ്രസ്തനായി. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനടുത്ത് അദ്ദേഹത്തെ മറവ് ചെയ്യാൻ സ്ഥലം നൽകാമെന്ന് അറിയിച്ചു. അദ്ദേഹം വിനയപുരസരം അത് നിരസിക്കുകയാണ് ചെയ്തത്. നബി തങ്ങളുടെയും അബൂബക്കർ തങ്ങളുടെയും മഹൽ സന്നിധിയിൽ അന്തിവിശ്രമം കൊള്ളാൻ അദ്ദേഹത്തിന്റെ വിനയം അദ്ദേഹത്തെ അനുവദിച്ചില്ല. ജന്നത്തുൽ ബഖീഇൽ ഉസ്മാൻ ഇബ്നു മളഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനടുത്ത് അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരുലോക വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ.